ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. നമുക്ക് ഇന്ന് രാധാഷ്ടമിയെക്കുറിച്ച് സംസാരിക്കാം. സെപ്റ്റംബർ 11 ബുധനാഴ്ചയാണ് രാധാഷ്ടമി, അതായത് ശ്രീമതി രാധാദേവിയുടെ ജന്മദിനം. ഭാദ്രപദ മാസത്തിലെ ശുക്ലപക്ഷ അഷ്ടമി തിഥിയാണ് രാധാഷ്ടമിയായി കടന്നു വരുന്നത്. അപ്പോൾ ഭഗവാനും രാധാദേവിയും തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ ഭഗവാന്റെ ആരാണ് രാധാദേവി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുൻപ്, അതായത് പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് രാധാദേവിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഭഗവാനും രാധാദേവിയും തമ്മിലുള്ള ആ ഗാഠമായ ഒന്നായി ചേരുന്ന ആ ബന്ധത്തെക്കുറിച്ചോ വലിയ അറിവൊന്നുമില്ലായിരുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി, അതാണ് 11ാമത്തെ അവതാരമാണ് സോഷ്യൽ മീഡിയ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, അതിൻ്റെ വരവോടുകൂടി രാധാദേവി എല്ലാവർക്കും സുപരിചിതമായി മാറി. വളരെ സുപരിചിതയായി, ഭഗവാന്റെ ശക്തിയായി, ഭഗവാന്റെ സ്നേഹമായി, സന്തോഷമായി രാധാദേവി മാറുകയാണ്. ആ രാധാകൃഷ്ണൻ എന്നാണല്ലോ ഭഗവാനെ അറിയപ്പെടുന്നത് തന്നെ. അത് കേൾക്കുന്നതാണ് ഭഗവാൻ ഇഷ്ടവും, രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. അപ്പോൾ കൃഷ്ണൻ എന്ന വാക്കിൽ തന്നെ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അതിൽ രാധാദേവി തന്നെയുണ്ട്. രാധ ഭഗവാന്റെ സ്ത്രീ ശക്തി സ്വരൂപിണിയായ ആ ഭഗവാന്റെ സന്തോഷമായ രാധയാണ് അതിൽ ശ്രീ എന്ന പേരിൽ അറിയപ്പെടുന്നത് തന്നെ. എന്താണ് രാധാദേവിയും ഭഗവാനും തമ്മിലുള്ള ആ മാധുര്യ പ്രേമം? ഈ ഒരു വിഷയമാണ് ഞാൻ ആദ്യമായി വീഡിയോ ചെയ്യുമ്പോൾ, ഇങ്ങനൊരു ചാനലിലേക്ക് ആദ്യമായിട്ട് ഭഗവാൻ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് തന്നെ. ഞാൻ രാധാകൃഷ്ണ പ്രണയം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്ന, അത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ശ്രീ ജയദേവ കവികളുടെ ഗീതഗോവിന്ദം അഷ്ടപതിയാണ് ഞാൻ ആദ്യമായിട്ട്. കാരണം ഭഗവാനും ദേവിയും തമ്മിൽ, അതായത് ഭഗവാനെ ആഗ്രഹിക്കുന്ന, ഭഗവാനിൽ അലിഞ്ഞു ചേരാൻ ആഗ്രഹിക്കുന്ന ഓരോ ഭക്തരും ഭഗവാന്റെ രാധമാര് തന്നെയാണ്. ആ രാധയുടെ സന്തോഷത്തിൽ ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യും. അപ്പോൾ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന കമൻറ്റുകൾ ഞാൻ വായിച്ചു. ഞാൻ ഖിസലേ ശയനെ എന്ന് തുടങ്ങുന്ന ഒരു അഷ്ടപതിയുടെ വരികൾ കേട്ടിട്ട് അതിൻ്റെ അർത്ഥം തിരഞ്ഞപ്പോൾ മനസ്സുകൊണ്ട് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞാൻ അതിനെ വിവരിച്ച് ഇട്ടിരുന്ന വീഡിയോ കണ്ണിൽ പെട്ടു. അത് വളരെ സന്തോഷമുണ്ടാക്കി എന്ന് കണ്ടു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ വീഡിയോയും കാണുന്ന മറ്റൊരു ഭക്ത പറഞ്ഞിരുന്നു, ഞാൻ ചെയ്ത വീഡിയോകൾ, അതായത് രാധാദേവിയുടെയും അതായത് ഗീതഗോവിന്ദം അഷ്ടപതിയുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളൊക്കെ ഭഗവാനിലേക്ക് വളരെ കൂടുതൽ ആവേശം തരുന്ന, ഭക്തിയുടെ ഒരു പാരമ്യത്തിൽ എത്തിക്കുന്ന വീഡിയോകളായിരുന്നു. അതുപോലെയുള്ളത് വീണ്ടും ചെയ്യണം എന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങൾ കണ്ടു. അപ്പോൾ ആദ്യം എന്നിൽ ഭഗവാൻ എന്നെ ഇതിലേക്ക് ഞാൻ വന്നതിന് തന്നെ കാരണം ആ ഭഗവാനോടുള്ള അദമ്യമായ ഒരു ആവേശം കാരണമാണ്. ഭക്തർ എനിക്ക് ഒരു ഭക്തിയുടെ ഒരു വളരെ വലിയൊരു തിരമാല എന്നിൽ അടിച്ചപ്പോൾ അത് രാധാദേവി ഭഗവാനോട് കാണിക്കുന്ന, അല്ലെങ്കിൽ ഗോപികമാർക്ക് ഭഗവാനോടുള്ള ഭക്തി തന്നെയാണ് എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ഭക്തിയാണ് എന്നെ വല്ലാതെ സ്വാധീനിച്ചത്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് ഞാൻ ആ ഗീതഗോവിന്ദം ചെയ്യാൻ ആരംഭിച്ചത് തന്നെ. അത് ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചത് തന്നെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ തിരമാലകളൊന്ന് അടങ്ങുവാൻ ഉള്ള ഒരു പ്രേരണയായിരുന്നു. അത് കേൾക്കുമ്പോൾ അത് കേട്ട ഓരോരുത്തർക്കും ഭക്തിയുടെ ഒരു തിര ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ ആ ആവേശം കൊള്ളുന്നത് ഭഗവാനാണ്. നമ്മൾ ഓരോ ഭക്തരും ഭഗവാനിലേക്ക് എത്തുമ്പോൾ ഭഗവാനൊരു ആവേശം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഭക്തരോടുള്ള അമിതമായ ഒരു ആനന്ദത്തിന്റെ ആവേശം. ആ ആവേശത്തിന്റെ പേരിലാണ് ഓരോ ഭക്തരും ഭഗവാനെ കുറിച്ച് സ്തുതിക്കുന്നതും അവരുടെ ഹൃദയങ്ങളിലൊക്കെ ഈ ആവേശം ഇങ്ങനെ അടിച്ചുയരുന്നതും. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ഭക്തരുടെ ആവേശമാണ് ഭഗവാന്റെ ആവേശം. ആ ആവേശമാണ് എൻ്റെ ഉള്ളിൽ അലയടിക്കുന്ന ഭക്തിയുടെ ആവേശം. അങ്ങനെ ഒരു സർക്കിളാണ് ഭഗവാനും ഭക്തരും തമ്മിലുള്ളൊരു സർക്കിളാണ്, ഒരു ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സർക്കിളിലൂടെയാണ് ഇത് ഇങ്ങനെ മാനസിക വ്യാപാരം നടക്കുന്നത്. അപ്പോൾ
ഇത് ഈ രാധാഭക്തി എന്ന് പറയുന്നത് നമ്മളിൽ ഓരോരുത്തരിലും ഭഗവാനിലേക്ക് അലിഞ്ഞു ചേരുവാനിരിക്കുന്ന ആ യഥാർത്ഥ ആ ആത്മാവിന്റെ സ്വരൂപമാണ് രാധാദേവിയുടെ ഭക്തി എന്ന് പറയുന്നത്. രാധാദേവിക്ക് മറ്റൊന്നിലും ചിന്തയില്ലായിരുന്നു. പക്ഷേ നമുക്ക് എല്ലാറ്റിലും ചിന്തയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ അല്ല നാമം ജപിക്കുമ്പോഴോ മാത്രം നാം ഭഗവാനിൽ വന്ന് നിൽക്കുന്നു. വീണ്ടും നമ്മൾ പഴയപടി നമ്മൾ അലഞ്ഞു തിരിയുന്നു. ഭഗവാനാകുന്ന ആ ഒരു മരത്തിലേക്ക് കെട്ടിയിട്ടിരിക്കുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓർമ്മ വരൂ. നമ്മൾ അവിടെ ഇവിടെയെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് അലഞ്ഞതിന് ശേഷം നമ്മൾ പിന്നീട് ഓർക്കും, അയ്യോ ഞാൻ ഭഗവാനെ ഭജിച്ചില്ലല്ലോ, ഭഗവാന്റെ നാമം വിട്ടുപോയല്ലോ, ഭഗവാനെ സ്മരിക്കുവാൻ മറന്നുപോയല്ലോ എന്നൊക്കെ തോന്നിയിട്ട് വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. എങ്കിലോ രാധാദേവിയും ഗോപികമാരുമോ അവർക്ക് ഏത് ജോലിയേക്കാളും പ്രധാനം, അവരെന്ത് ചെയ്താലും അവർ ഓർക്കുന്നത് ഭഗവാനെയാണ്. അതുകൊണ്ടാണ് കുഞ്ഞിനെ എടുത്ത് കിണറ്റിലിട്ട് ഒരു ഗോപിക എന്നിങ്ങനെ പറയുന്നത്. വെള്ളം കോരുവാൻ വേണ്ടി കിണറ്റിലേക്ക് ആ ബക്കറ്റിന് പകരം കുട്ടിയുടെ ദേഹത്താണ് കയറ് കെട്ടി വെള്ളത്തിലേക്ക് ഇട്ടത്. അടുത്ത് നിന്ന കുട്ടി അമ്മയോട് എന്തോ ആവശ്യപ്പെട്ടോടെ നിന്നപ്പോൾ അതുപോലും വിസ്മരിച്ചു പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. ഗോപികമാർ തങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങൾ, ഭർത്താവിന്റെ കാര്യങ്ങൾ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം വിസ്മരിക്കും. എന്നിട്ട് നമുക്കങ്ങനെ ഭഗവാനിലേക്ക് വരുമ്പോൾ നമുക്കും നമ്മളും വിസ്മരിച്ചു പോകും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ. അപ്പോൾ അതിൽ ധാരാളം തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റുകൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ വെറും മണ്ടരായി പോയല്ലോ, ഞാൻ എപ്പോഴും ഇതൊക്കെ ഇങ്ങനെ ഈ ആത്മീയതയൊക്കെ ഓർത്തുകൊണ്ട് നടന്നുകൊണ്ടാണല്ലോ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊരു പൂർണ്ണതയില്ലാതെ ഇതെല്ലാം തെറ്റി തകർന്നു പോയത് എന്ന് തോന്നും. പക്ഷെ ആ തെറ്റ് സംഭവിച്ചത് എന്തുകൊണ്ടാണ്? ഭഗവാൻ പൂർണ്ണമായും നമ്മിൽ ഇരുന്നത് കൊണ്ടാണ്. നമ്മൾ അത്ര ശ്രദ്ധയോടുകൂടി ഭഗവാനെ സ്മരിക്കുന്നു, ഭഗവാനിൽ ലയിക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധ വരാത്തത്. അപ്പോൾ വൃന്ദാവനത്തിലെ ഗോപികമാരെല്ലാവരും അവരും രാധാറാണിയും ഒക്കെ ഭഗവാനെ കണ്ണു തുറന്ന് കാണുന്ന നിമിഷം മുതൽ ഭഗവാൻ ഇങ്ങനെ എവിടെ ഗോക്കളുമായി ഗോവർദ്ധനഗിരിയിലേക്കൊക്കെ പോകുന്ന സമയം മുതൽ ഭഗവാൻ തിരിച്ചു വരുന്നത് വരെ ഭഗവാൻ ഇന്നലെ ചെയ്ത അല്ല അവരോട് കാണിച്ച സ്നേഹവും നോട്ടവും ആ പ്രേമപൂർവമുള്ള ആ കടാക്ഷങ്ങളും കളിയാക്കലുകളും വർത്തമാനങ്ങളും കൊഞ്ചലുകളും ഭഗവാന്റെ സൗന്ദര്യവും ഭഗവാനെ ഇങ്ങനെ അവാധചൂടം വർണ്ണിക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, ഏറ്റവും നമ്മളോട് ഹൃദയത്തിൽ ഇങ്ങനെ എപ്പോഴും നമ്മളോട് സന്തോഷം തരുന്ന ഒരു കുഞ്ഞ് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ആ കുഞ്ഞിനെ കുറിച്ചല്ലേ നമ്മൾ വാതോരാതെ സംസാരിക്കുന്നത്. അപ്പോൾ ഭഗവാനാകുന്ന ആ പൈതൽ അവരുടെ ഇടയിൽ ഓടിക്കളിച്ച് അവര് പ്ലാവലി എടുത്തോണ്ട് വരൂ കണ്ണാ എന്ന് പറഞ്ഞാൽ ഓടിച്ചില്ല, കിണ്ടിയും കിണ്ണങ്ങളും എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞാൽ അത് ഓടിച്ചെന്നെടുക്കും. പശുവിനെ കറക്കാനുള്ള പാത്രം എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞാൽ അതെടുത്തോണ്ട് വരും. അതിനവിടെ ഇരിക്കാനുള്ള സ്റ്റൂള് അതൊക്കെ എടുത്തോണ്ട് വരൂ, അല്ലെങ്കിൽ ഈ പലകകൾ എടുത്തോണ്ട് വരൂ എന്ന് പറഞ്ഞാൽ അതെടുത്തോണ്ട് വരും. പൂജാ സാമഗ്രികൾ എടുത്തോണ്ട് വരാൻ പറഞ്ഞാൽ അതെടുത്തോണ്ട് വരും. അങ്ങനെ ഓരോ പശുവിന് കാടി കൊടുക്കുന്ന കാര്യങ്ങൾ, അതിന് തീറ്റി കൊടുക്കുന്ന കാര്യങ്ങൾ, എന്ത് ഗോപികമാർ പറഞ്ഞാലും കണ്ണൻ യന്ത്രവേഗത്തിൽ അതെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന ഓമന കണ്ണനാണ്. അപ്പോൾ ആ കണ്ണനെ ആരാണ് മറന്നു പോകുന്നത്? ഏത് നിമിഷമാണ് മറന്നു പോകുന്നത്? ഭഗവാന്റെ ആ അലൗകികമായ സ്നേഹവും സന്തോഷവും ആ ഒരു വ്രജഭൂമിയാക്കി മാറ്റിയിരിക്കും ാണ് വൃന്ദാവനത്തെ. ആ ഭഗവാന്റെ ആ അലൗകികമായ ആ സ്നേഹത്തിന്റെ പ്രതിഫലനം, ഭഗവാൻ ഓടിക്കളിച്ച മണ്ണ്, വളർന്ന മണ്ണ്, ഭഗവാന്റെ എല്ലാ സന്തോഷങ്ങളും സർവ്വവികാരങ്ങളും ഗോപികമാരുമായി പങ്കുവെച്ച ആ വ്രജഭൂമിയിലേക്ക് നാം ഇപ്പോൾ ചെന്നാലും ഏത് കാലത്ത് ചെന്നാലും അത് നമുക്ക് ഭക്തർക്ക് അനുഭവവേദ്യമാകും. സാധാരണ ടൂറിസ്റ്റുകളെ പോലെ വൃന്ദാവനത്തിലും ഭഗവാൻ ജീവിച്ച ദ്വാരകയിലും അല്ലെങ്കിൽ അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അത്രയൊരു ഭഗവത് ഭക്തി ഇല്ലാതെ ചെന്നാൽ അവർക്കതൊന്നും ഫീൽ ആവുകയില്ല. ആ ഭഗവാൻ ഇതെന്റെ ഭഗവാന്റെ സ്ഥലമാണല്ലോ, ഭഗവാൻ ജീവിച്ചിരുന്ന സ്ഥലമല്ലേ എന്നുള്ള ആ ഒരു അപാരമായ തോന്നലോടുകൂടി നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും കണ്ണൻ ഓടിയെത്തുകയും ആ വൃന്ദാവനം അരങ്ങേറുകയും ഗോപി ലീലകളെല്ലാം നമുക്ക് അനുഭവവേദ്യമാകും. അവിടെ നിൽക്കുന്ന ഓരോ മരങ്ങളും അവിടുത്തെ ഓരോ മണൽത്തരികളും നമ്മോട് ആ കൃഷ്ണഗാഥകൾ പാടും. ആ ഭഗവാന്റെ മാധുര്യ പ്രേമം അവിടെ എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു.
അപ്പോൾ അത്രയ്ക്ക് ശ്രേഷ്ഠമായ ആ ഭഗവാൻ ആ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ആ ഗോപി ഭക്തി എന്തായിരിക്കും? അത് ഭക്തിയാണോ? സത്യത്തിൽ ഭക്തിയല്ല, ഭഗവാനോടുള്ള ആ മാധുര്യ പ്രേമമാണ്. ആ കുഞ്ഞു ബാലനോട്, ആ ശിശുവിനോട്, ആ മുതിർന്നവരായ ഗോപികമാർ, അമ്മമാരായ ഗോപികമാരുടെ മടിയിൽ അവനിരുന്ന് കളിക്കുകയും ആ കണ്ണനെ കളിപ്പിക്കുകയും ചെയ്യുമ്പോഴും അവനൊരു കുട്ടിയെ പോലെയല്ല അവരോട് പെരുമാറുന്നത്. ഒരു മുതിർന്ന ഒരു കള്ള കാമുകനെ പോലെയാണ് ആ അമ്മമാർക്കെല്ലാം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരേ സമയം തന്നെ ശൈശവവും ഒരേ സമയം തന്നെ കൗമാരക്കാരനായ കിശോരഭാവവുമാണ് നമ്മുടെ ഉണ്ണിക്കണ്ണന്റെ ഉള്ളിൽ എപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഗോപികമാരുടെ അതും അങ്ങനെ അതാണ് മാധുര്യ ഭക്തിയല്ല, മാധുര്യ പ്രേമമാണ് അവർക്കുള്ളത്. ആ ഒരു പ്രേമം എല്ലാ മനസ്സുകളിലും എല്ലാ ഹൃദയങ്ങളിലും ആത്മാവിന്റെ വിശുദ്ധിയാണ് പ്രേമം എന്ന് പറയുന്ന നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം. ആ സ്നേഹം ആ കുഞ്ഞിലേക്ക് ഒഴുകുകയാണ്. അനേകം നീർച്ചാലുകൾ ഒഴുകി ഒരു നദിയിലേക്ക്, ഒരു തേനൊഴുകുന്ന നദിയിലേക്ക് ചെന്ന് അനേകം വെള്ളി നൂലുകൾ പോലെയുള്ള അരുവികൾ ഒഴുകി ഒരു നദിയിലേക്ക് ചെന്നിട്ട് ആ നദി മഹാസമുദ്രമാകുന്ന ആ ബ്രഹ്മത്തിൽ ലയിക്കുന്നു. അതാണ് ശ്രീകൃഷ്ണ പരമാത്മാവ്. നമ്മൾ ഓരോ ഭക്തരും, ഓരോ ഗോപീ ഹൃദയവും ഓരോ വെള്ളിനൂലുകൾ പോലെയുള്ള അരഞ്ഞാണങ്ങൾ പോലെയുള്ള നദികളാണ്, ഒരു ചെറിയ അരുവികളാണ്, ജലസ്രോതസ്സുകളാണ്. അത് ഭഗവാനെ ആഗ്രഹിക്കുന്ന ഭക്തരെല്ലാം ആ സ്രോതസ് എവിടെയാണോ പതിക്കേണ്ടത്, അതായത് ഭഗവാനാകുന്ന നദിയിൽ പതിക്കുന്നു. ആ ഭഗവാനാകുന്ന നദിയിൽ ഈ ബ്രഹ്മമാകുന്ന ആ പരബ്രഹ്മ തേജസ്സിലേക്ക് ഭഗവാൻ ചെന്ന് ലയിക്കുന്നു. അതാണ് കൃഷ്ണഭക്തന്മാർക്ക് പിന്നീട് ജനിമൃതികൾ ഉണ്ടാവുകയില്ല. ആ പരമമായ ഏകമായ ആ ജ്യോതിർ ബ്രഹ്മത്തിൽ നാം പോയി ലയിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഗോപിമാരുടെ ഭക്തി എന്ന് പറയുന്നത്. ഗോപികാ ഭക്തി എന്നല്ല ഇവിടെ പറയേണ്ടത്. സത്യത്തിൽ ഗോപികമാർക്ക് ഭക്തിയാണോ ഭഗവാനോടുള്ളത്? ഭക്തിയോടാണോ അവർ ഭഗവാനോട് ഇടപെട്ടുകൊണ്ടിരുന്നത്? അല്ല. അവർക്ക് ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചാലോ വിരാട് രൂപം കാണിച്ചാലോ അല്ലെങ്കിൽ ശംഖ് ചക്ര ഗദാബ്ജ സ്വരൂപനായ സാക്ഷാൽ ശ്രീനാരായണൻ ആദിനാരായണന്റെ രൂപമൊക്കെ എടുത്ത് കാണിച്ചാൽ അവർക്ക് ഇഷ്ടം ആവുമോ? ഒന്നാലോചിച്ച് നോക്കൂ. അവർക്ക് അവരുടെ മുന്നിൽ ഓടിക്കളിക്കുന്ന ആ ഓമന കണ്ണനാണ്, ആ കിശോര കുട്ടനാണ് അവർക്ക് ആവശ്യം. അപ്പോൾ അതാണ് നമ്മൾ ഓരോരുത്തർക്കും വേണ്ടത്. അത് ആ ഒരു ഭക്തിയിലേക്ക്, അതൊരു ഭക്തിയല്ല, ആ ഒരു സ്നേഹം, സന്തോഷം, വാത്സല്യം, ലാളനം അതിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഓടിക്കളിക്കും. ഭഗവാൻ വിദൂരതയിലുള്ള അല്ലെങ്കിൽ ഈ നാരായണ സ്വരൂപത്തിൽ കാണുന്ന അനന്തശായിയായിട്ടൊക്കെ നമ്മൾ ഭഗവാനെ കാണുമ്പോഴാണ് നമ്മളും ഭഗവാനും തമ്മിൽ അടുത്തു വരാൻ ഒരു താമസം വരുന്നത്. ഈ രൂപത്തിൽ, ഈ കിശോരഭാവത്തിലോ ശൈശവ രൂപത്തിലോ ഓമനക്കണ്ണനായി വെണ്ണയത് കട്ടുണ്ണുന്ന കണ്ണൻ, അമ്മ ഉരലിൽ കെട്ടിയിട്ടിരിക്കുന്ന കണ്ണൻ, വെണ്ണക്കുടങ്ങൾ തകർക്കുന്ന കണ്ണൻ, കൂട്ടുകാരുമായി കോലികളുമായി ഇങ്ങനെ പശുവിനെയൊക്കെ മേയിച്ചോടി നടക്കുന്ന കണ്ണൻ, ഇങ്ങനെ ഗോപികമാരുടെ ഇടയിൽ കുസൃതിയൊക്കെ കാട്ടി അവരെയൊക്കെ ഭ്രമിപ്പിക്കുന്ന കണ്ണൻ, ഇങ്ങനെയുള്ള കണ്ണൻ നമ്മുടെ മനസ്സിൽ നമുക്ക് ഏറ്റവും ഹൃദയത്തിന് ഏറ്റവും അടുപ്പമായിരിക്കും. ആ കണ്ണനെയാണ് നമുക്ക് ഭക്തരാകുവാൻ ഭഗവാന്റെ ഹൃദയം ആഗ്രഹിക്കുന്ന ഓരോരുത്തരും അങ്ങനെ ഒരു ഭഗവാനെയാണ് നാം ആഗ്രഹിക്കേണ്ടത്. അത് ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ. ഭഗവാന്റെ ഒരു സ്ഥൂല രൂപം മനസ്സിൽ ഉറപ്പിക്കുവാനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ ആ കുട്ടിയായിട്ട് ഓടി നടക്കുന്ന ആൾ ആരാണ്? വെറും കുട്ടിയാണെന്ന് ബ്രഹ്മാവ് വിചാരിച്ചു. അതാണ് മായാഭ്രമത്തിൽ, ഈ മായയുടെ ലോകത്ത് വന്നുപെട്ടപ്പോൾ ശ്രീകൃഷ്ണ പരമാത്മാവിന് മായ ബാധിച്ച് വെറും കുട്ടിയെപ്പോലെ തേജസ്സില്ലാത്തവനായി ഓരോ കർമ്മങ്ങൾ ഓടി നടന്ന് ചെയ്യുകയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് എന്ത് ചെയ്തത്? വത്സസ്തേയം എന്ന് പറയുന്ന ആ ലീല ബ്രഹ്മാവ് ആടിയതും അതിന് മറുപടിയായി ഭഗവാൻ എന്ത് ചെയ്തു? ആ ഗോപന്മാരെയും എത്രയോ ആയിരക്കണക്കിന് പശുക്കളും ആയിരക്കണക്കിന് ഗോപന്മാരെയാണ് ഒരു വർഷത്തേക്ക്, അതായത് ബ്രഹ്മദേവന്റെ ഒരു ദിവസമാണ് നമ്മളുടെ ഒരു വർഷം, അത്രയും നാളും മറച്ചു വെച്ചപ്പോൾ എന്ത് ചെയ്തു?
ഭഗവാൻ അതേ രൂപത്തിൽ ഓരോ പശുക്കൾക്കും ഓരോ പേരിട്ടിട്ടുണ്ട്. ആ പേരുകൾ ചൊല്ലി വിളിച്ചാൽ അപ്പൊ തന്നെ ഒരു ഗ്രൂപ്പ് പശുക്കളാണ് ഒരു പേരിൽ അറിയപ്പെടുന്നത്. ഓടി വരുമായിരുന്നു. അതിന് കണ്ണൻ ഓടക്കുഴലൂതിയാൽ മാത്രം മതി ആ പശുക്കൾക്കറിയാൻ തങ്ങളെ വിളിക്കുകയാണെന്ന്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പാല് ചുരത്തുന്ന പശുക്കള്, ക്ടാക്കള്, കാളക്കുട്ടികള്, അങ്ങനെ ഒരുപാട് വലിയ പശുക്കള്, പ്രസവിക്കാനായ പശുക്കള്, അതിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കളറുകള്, ഇങ്ങനെയുള്ള പശുക്കളും ഓരോ വ്യത്യസ്ത രൂപത്തിലുള്ള ഗോപാലകന്മാരെയും ഭഗവാൻ തന്നെ സൃഷ്ടിച്ചു. കാരണം ബ്രഹ്മദേവൻ വിചാരിച്ചു ഈ കുട്ടിക്ക് ഇവനൊന്നും കഴിയത്തില്ല, ഇവനൊരു കുട്ടിയായി ഭൂമിയിൽ വന്നപ്പോൾ ഇങ്ങനെ ഗോപാലകന്മാരോടൊത്ത് ലീലകളൊക്കെ ആടി തന്റെ കർമ്മമൊക്കെ മറന്നു നടക്കുന്ന മായയിൽ ബാധിച്ച ഒരു കുട്ടിയായിരിക്കും കണ്ണൻ എന്നാണ് ബ്രഹ്മദേവൻ വിചാരിച്ചത്. പക്ഷേ താൻ ഏത് രൂപത്തിൽ നടന്നാലും ഞാൻ ബ്രഹ്മദേവനെയും സൃഷ്ടിവേല ചെയ്യുവാൻ ഏൽപ്പിച്ച പരബ്രഹ്മമാണ് ഞാനെന്ന് അവിടെ ഭഗവാൻ തെളിയിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഒരു കുട്ടിയായിട്ട് നമ്മൾ ഭഗവാനെ ആ ഒരു സ്ഥൂല രൂപത്തിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ ആ ബ്രഹ്മമാണ്, ആ പരബ്രഹ്മമാണ്, ആദിമൂലമായ ആ പരബ്രഹ്മമാണ് ആ കുട്ടിയുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പെട്ടെന്ന് നമ്മൾ ആ രൂപം ഉറപ്പിക്കാൻ നമ്മുടെ ആ കുഞ്ഞു കണ്ണനെ എന്റെ രൂപത്തിൽ കണ്ണനെ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. എപ്പോഴും നമ്മളോട് തോടിക്കളിക്കുന്ന, നമ്മുടെ ഹൃദയത്തിൽ ആനന്ദ നൃത്തം ചെയ്യുന്ന ആ പൊന്ന് തമ്പുരാനാണ് നമ്മുടെ ആ ഗോപി ഹൃദയങ്ങളെല്ലാം കീഴടക്കിയ നമ്മുടെ കണ്ണൻ. അപ്പോൾ ആ ഗോപി ഭക്തി അല്ല, ഗോപി മാധുര്യ പ്രേമം, അതാണ് ഓരോ ഹൃദയങ്ങളെയും അടക്കി വാഴേണ്ടത്. എല്ലായ്പ്പോഴും ഏത് കർമ്മം ചെയ്താലും ഭഗവാന് വേണ്ടി ചെയ്യുകയാണ് ഗോപികമാർ. അവർക്ക് പിന്നെ ഓരോ വീടുകളും കുടുംബവും വീട്ടിലെ ജോലികളും പശുവിന്റെ കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവരത് ചെയ്യുന്നു. പക്ഷെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഭഗവാനെ ഓർക്കാൻ വേണ്ടി. ഓരോ ജോലി ചെയ്യുമ്പോഴും അവർ പരസ്പരം പറയും, കുളിക്കാൻ പോകുമ്പോഴും തുണി കഴുകാൻ ഒന്നിച്ചു പോകുമ്പോഴും എല്ലായ്പ്പോഴും രണ്ടുപേരും ഒന്നിച്ചാൽ ഇവർക്ക് ആകെ സംസാരിക്കാനുള്ളത് ഭഗവാനെ കുറിച്ചാണ്. ഇപ്പൊ നമുക്കും അങ്ങനെ ഒരു പ്രത്യേക വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിനെ വളരെ കൂടുതൽ തിരതല്ലിപ്പിക്കുന്ന ഒരു ആള് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മുടെ മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കും. അത് മറ്റുള്ളവരോട് പറയാൻ, അവിടെ നിന്ന് കിട്ടിയ സന്തോഷവും ആ വാക്കുകളും ഒക്കെ പരസ്പരം പറഞ്ഞ് സന്തോഷിക്കാൻ എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് വീർപ്പ് മുട്ടുന്ന ഒരു കാലമുണ്ട്. ആ ഒരു കാലത്തിലൂടെ നമ്മൾ എല്ലാവരും കടന്നു വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തിരതല്ലലാണ് ഗോപികമാരുടെ എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനെ കുറിച്ച് പറയുവാൻ. ആ മനസ്സ് നിറഞ്ഞു നിൽക്കുന്ന അതേ ഉള്ളൂ. അവർ പരസ്പരം കണ്ടാൽ ആകെ പറയുന്നത് അതേ ഉള്ളൂ. അവർക്ക് അതിനേക്കാൾ വലിയൊരു സന്തോഷം വേറെ ആര് കൊടുക്കാനാണ്, എവിടെ കിട്ടാനാണ്? ഗൃഹങ്ങളിൽ, അവനവന്റെ ഗൃഹങ്ങളിൽ കുട്ടികളിൽ നിന്ന് കിട്ടുമോ, ഭർത്താവിൽ നിന്ന് കിട്ടുമോ, അല്ലെ അവിടെ സമൂഹത്തിലെ മറ്റ് വ്യക്തികളിൽ നിന്ന് അത്രയും വലിയൊരു സന്തോഷത്തിന്റെ അതിരേകം അവർക്കുണ്ടാകുമോ? അപ്പോൾ അവരുടെ മനസ്സിനെ ഇങ്ങനെ ഉജ്ജ്വലിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ആനന്ദ നൃത്തത്തിൽ അവരുടെ മനസ്സിനെ ആറാടിക്കുന്ന ആ ഭഗവാനെ കുറിച്ചല്ലേ അവർക്ക് സംസാരിക്കാനുള്ളൂ. അവർക്ക് ആ ഒരാളിനെ കാണാൻ കിട്ടുമ്പോൾ അതിനെ എവിടെപ്പോഴാണ് വരുന്നത്, എവിടെ കൂടെ പോകുന്നു, എങ്ങനെ പോകുന്നു, പോകുന്നിടമെല്ലാം ഒളിച്ചിരുന്ന് കാണുകയും ഭഗവാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഓടിയെത്തുകയും ഭഗവാനെ കാണുവാൻ ഒരു അവസരം കിട്ടിയാൽ ഭഗവാനെ ഒന്ന് സ്പർശിക്കുവാൻ, ഭഗവാന്റെ കൂടെ ഒരു രാസലീല ആടുവാനൊക്കെ കിട്ടുന്ന അവരുടെ ജീവിതത്തിന്റെ മഹാപുണ്യമായിട്ടാണ് അവർ കണ്ടത്. അതിന്റെ വില അവർ കൊടുത്തു. പക്ഷെ ഭഗവാനെ അവർക്ക് സുലഭമായി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭഗവാനോട് എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഭഗവാൻ ചെയ്യും. ഭഗവാനെ എനിക്ക് അങ്ങയുടെ കൂടെ നൃത്തം ചെയ്യണം. ഭഗവാൻ അല്ലല്ലോ, അവരുടെ ഉള്ളിൽ കണ്ണനാണല്ലോ. അവരുടെ കൂട്ടുകാരനായ, അവർക്ക് ലാളിക്കാൻ കിട്ടിയ അവരുടെ കണ്ണനാണ്. അതുകൊണ്ടാണ് അവരുടെ ഇളയ കുട്ടിയായത് കാരണമാണ് ഭഗവാനോട് അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, എനിക്ക് വയ്യ കണ്ണ. രാധാദേവി പറയുന്നു കണ്ണനോട്, എനിക്ക് നടക്കാൻ വയ്യ കണ്ണ, എന്നെ ഒന്ന് എടുക്കൂ പ്ലീസ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ കണ്ണൻ പറയും, അതിനെന്താ ഞാൻ എടുക്കാമല്ലോ രാധേ എന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി കുനിയുന്നു. പക്ഷേ കുനിഞ്ഞ രാധ കണ്ണനെ എടുക്കാൻ വേണ്ടി ചാഞ്ഞപ്പോൾ കണ്ണൻ അവിടെ നിന്ന് അപ്രത്യക്ഷമായി. രാധ ഉരുണ്ടു വീഴുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് കണ്ണൻ അങ്ങനെയൊക്കെ ചെയ്തത്? അപ്പോൾ ഏറ്റവും ഭക്തി കൊണ്ടാണ് ഭഗവാനെ എല്ലാവർക്കും കിട്ടിയത്. പക്ഷെ ആ ഭക്തിയുടെ പാരമ്യത്തിൽ ഭഗവാനായിട്ട് പന്ത് തട്ടുന്ന പോലെ
വളരെ അവൈലബിളായി അവർക്ക് കിട്ടിയപ്പോൾ അവരിട്ട് ഭഗവാനോടുള്ള നമ്മൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു വ്യക്തിയെ നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ, അവരെ സുലഭമായി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അവർക്ക് വലിയ വില നമുക്ക് ഇവരെപ്പോഴും എനിക്ക് കിട്ടുന്നതാണല്ലോ. അതുകൊണ്ടാണ് അമിത പരിചയം അവഗണനയ്ക്ക് കാരണമാകും എന്ന് ഞാൻ മുമ്പ് ഈ ഭാഗവതത്തിന്റെ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. അമിതമായ പരിചയം അവഗണനയ്ക്ക് കാരണമാകും. എന്താണ്, ആരാണത് പറഞ്ഞത്? അത് പറഞ്ഞത് ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചു വരികയാണ്. വിഷമിച്ച് സർവ്വ തേജസ്സും നഷ്ടപ്പെട്ട് വരികയാണ് അർജുനൻ. അത് ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് വിവരിച്ചു തന്നതാണ്. അങ്ങനെ വിഷമിച്ച് വന്ന അർജുനൻ തന്റെ ജ്യേഷ്ഠനായ യുധിഷ്ഠിരനോട് പറയുകയാണ്, ജ്യേഷ്ഠ, നമ്മുടെ കൂട്ടുകാരനായിട്ടും ബന്ധുവായിട്ടും എന്റെ തേരാളി വരെയായിട്ടും എന്റെ സുഹൃത്തായിട്ടും ഒക്കെ ഞാൻ കളിവാക്ക് പറയുകയും കളിയാക്കുകയും കൂടെ നടക്കുകയൊക്കെ ചെയ്തു. അത് ഭഗവാനായിരുന്നെന്ന് എനിക്ക് ഇപ്പോഴാണ് കൂടുതൽ മനസ്സിലായത്. കാരണം ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്റെ കയ്യിലിരിക്കുന്ന ഗാന്ധീവവും അഗ്നിദേവൻ തന്ന ശരമൊടുങ്ങാത്ത ആവനാഴിയും ആ തേരും ഒന്നും ഒരു പ്രയോജനവുമില്ല. വെറും ഗോപാലന്മാരായിട്ടുള്ളവർ വന്ന് എന്നെ തോൽപ്പിച്ചു, എന്റെ കൂടെ നിന്ന് സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഇതെല്ലാം എനിക്ക് ശക്തി തന്നിരുന്നത് എന്തുകൊണ്ടാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവായ ആ സ്വരൂപം എന്നോടൊപ്പം ഉള്ളത് കൊണ്ടായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്, എന്റെ ഭഗവാൻ ഈ ലോകനാഥനായ ആദിശക്തിയായ സനാതനനായ പരബ്രഹ്മമായിരുന്നു എന്ന്. അമിതമായ പരിചയം കാരണം ഞാനത് ഭഗവാനാണെന്ന് ഉള്ളത് മനസ്സിലാക്കാതെ ആ ഭഗവാന്റെ ശക്തിയെ ഞാൻ അവഗണിച്ചു പോയല്ലോ ജ്യേഷ്ഠ എന്നോർത്ത് അവിടെ വിലപിക്കുന്ന ഭാഗമുണ്ട്. ഇന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഗോപിമാർക്ക് ഭഗവാനെ കാർത്തിക വ്രതമൊക്കെ എടുത്ത്, കാർത്യായനി വ്രതം, പാർവതി ദേവിയോടുള്ള വ്രതമൊക്കെ എടുത്ത് 1 മാസക്കാലം വ്രതമെടുത്തതിന് ശേഷമാണ് ആ ഗോപി വസ്ത്രാഭരണം, അതും ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്തിനു വേണ്ടിയാണ് ഗോപി വസ്ത്രാഭരണം നടത്തിയതെന്ന്. ശരീരബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തിയവർക്ക് മാത്രമേ ഭഗവാനെ ലഭിക്കൂ എന്ന ആ പൂർണ്ണമായ തത്വമാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതൊരു വ്യക്തി ശരീരബോധത്തിലിരിക്കുന്നോ അവർക്ക് ഭഗവാനെ പൂർണ്ണമായി പ്രാപിക്കുവാൻ ലഭിക്കുകയില്ല. ഇനി ആർക്കൊക്കെയാണ് എന്നെ പൂർണ്ണമായി ലഭിക്കേണ്ടതെന്ന് തിരിച്ചറിയാണ് ഗോപിമാർക്ക് ഭഗവാൻ കൊടുത്തത് ആ ഗോപി വസ്ത്രാഭരണം എന്ന ലീലയിലൂടെ. ഇവിടെയും ഗോപിമാർ സന്തോഷത്തോടെ ആ മഹാരാസലീലയാടുവാൻ വേണ്ടി രാത്രിയിൽ ഭഗവാന്റെ അരികിലേക്ക് എത്തുമ്പോൾ ഭഗവാൻ ഗോപിമാരെ സന്തോഷിപ്പിച്ച് അവരൊരു ആനന്ദത്തിന്റെ പാരമ്യത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് പോയിട്ട് രാധാദേവിയോടൊപ്പമാണ് ഓടിപ്പോകുന്നത്. ഈ കരഞ്ഞു വരുന്ന ഗോപികമാർ ഭഗവാന്റെ ആ പാദങ്ങളിലെ ആ അടയാളങ്ങൾ പതിഞ്ഞ ആ കാൽപാദങ്ങൾ നോക്കുമ്പോൾ വേറെ 2 പാദങ്ങൾ കൂടി, രാധാദേവിയുടെ പാദങ്ങൾ, 4 പാദങ്ങൾ കാണുന്നു. ആ പാദങ്ങൾ കണ്ട് വിലപിക്കുന്നു. ഈ ഗോപീചോരനായ കണ്ണൻ രാധാദേവിയുമൊത്ത് നമ്മളെ ഇട്ടിട്ട് പോയല്ലോ സഖിമാരെ എന്ന് മറ്റ് ഗോപികമാർ ഇങ്ങനെ സംസാരിച്ചിങ്ങനെ അവർ ആ പാദം നോക്കി പോകുമ്പോൾ പിന്നീട് 2 പാദമേ കണ്ടുള്ളൂ. അപ്പോൾ ഗോപികമാർ പറയും, നമ്മളെ ആരെയും സ്നേഹിക്കാതെ, നമ്മളെ സ്പർശിക്കാതെ, നമുക്ക് സ്നേഹം തരാതെ, നമ്മളെ ആലിംഗനം ചെയ്യാതെ കണ്ണൻ രാധയെ എടുത്തുകൊണ്ട് പോയി. അതുകൊണ്ട് ഇവിടെ കണ്ണന്റെ പാദവേ കാണുന്നുള്ളല്ലോ എന്ന്. പക്ഷേ എടുത്തുകൊണ്ട് പോയ രാധയെയും ഭഗവാൻ ഉപേക്ഷിച്ചിട്ട് ഭഗവാൻ മറഞ്ഞു പോവുകയാണ്. രാധയ ആ കണ്ണനും ഒത്തി ഉള്ള നികുഞ്ചത്തിൽ ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്ന കാഴ്ചയാണ് അന്വേഷിച്ച് ചെന്ന ഗോപികമാർ കാണുന്നത്. അവർ കൂട്ടമായി പിന്നീട് വീണ്ടും വിലപിക്കുന്നു. അതാണ് ഗോപികാ ഗീതം ഭാഗവതത്തിലുള്ള. അപ്പോൾ അവരുടെ പ്രാർത്ഥനയുടെ ഒടുവിൽ കണ്ണൻ വീണ്ടും അല്പനിമിഷങ്ങൾ അവരെ വിഷമിപ്പിച്ചതിന് ശേഷം പ്രത്യക്ഷപ്പെടുകയാണ് അവരുടെ മുന്നിൽ. അപ്പോഴോ എന്തിനാണ് ഭഗവാൻ അവിടെ മറഞ്ഞുപോയത്? തന്റെ യഥാർത്ഥത്തിലുള്ള താൻ ആരാണെന്ന്, ഓരോരുത്തരുടെ ഹൃദയത്തിൽ താൻ എത്രമാത്രം സ്ഥാനമുറപ്പിച്ചു എന്ന് അവർക്ക് തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അല്ലാതെ അവർ വീണ്ടും വീണ്ടും കണ്ണനെ സ്തുതിച്ച് കണ്ണൻ ആ സ്തുതി കേട്ട് സന്തോഷിക്കാൻ വേണ്ടിയല്ല. ഞാൻ നിങ്ങൾക്ക് എത്ര പ്രിയപ്പെട്ടവനായിരുന്നു, നിങ്ങളുടെ ഹൃദയത്തിന്റെ എത്രയും വലിയ സന്തോഷമായിരുന്നു എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയൂ. എന്നിട്ട് നിങ്ങൾ എന്നോടൊപ്പം ആ മഹാരാസലീലയിൽ ആനന്ദത്തിൽ ഏർപ്പെടൂ. എന്റെ ഒരു ഞാനുമായിട്ടുള്ള ആ സത്സംഗങ്ങളിൽ അന്നേരം പ്രവേശിക്കൂ. അപ്പോഴേ നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള അത്യുന്നതമായ ഭക്തിയുടെ ലെവലിലേക്ക് നിങ്ങൾ ഉയരുകയുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിനൊത്ത് ചാഞ്ചാടുന്ന ഒരു കുട്ടിയായി മാത്രമേ നിങ്ങൾ എന്നെ കാണൂ. ആ ഭഗവാന്റെ ആ ഭക്തി
ഭക്തി നിറഞ്ഞ ആ സ്നേഹം എത്ര വലുതായിരുന്നു തങ്ങളുടെ ഹൃദയത്തിൽ എന്ന് അവർ തിരിച്ചറിയുകയാണ്. അവർ മരണ സമാനമായ വേദന അനുഭവിക്കുകയാണ്. അവർ ജീവിച്ചിരിക്കുന്ന വെറും വെറും ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം മാത്രമാണ്. ആത്മാവില്ലാത്ത ഒരു ശരീരത്തിൽ എന്ത് സന്തോഷമുണ്ടാകും, എന്ത് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയും? നമുക്ക് സന്തോഷമുള്ളപ്പോഴല്ലേ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയുകയുള്ളൂ. സന്തോഷമില്ല. ആ സന്തോഷം ഓരോരുത്തരുടെയും, കൃഷ്ണഭക്തരുടെ ഓരോരുത്തരുടെയും സന്തോഷം ഭഗവാനായിരിക്കണം. ആ ഭഗവാൻ അല്ലാതെ നമ്മൾ മനുഷ്യരിൽ, വ്യക്തികളിൽ, ബന്ധങ്ങളിൽ, സൗഹൃദങ്ങളിൽ, കുടുംബങ്ങളിൽ എല്ലാം സന്തോഷം കണ്ടെത്തുമ്പോൾ അവരല്പ സന്തോഷവും അവിടെ നിന്ന് സന്തോഷം കിട്ടാതെ വരുമ്പോൾ നാം ദുഃഖിക്കുകയും ചെയ്യും. എന്നാൽ ആത്യന്തികമായ സന്തോഷം ഭഗവാൻ തന്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന ആ അതുല്യമായ ആ അനർഘമായ സ്നേഹമാണ് എന്ന് തിരിച്ചറിയുവാൻ ഓരോ ഭക്തർക്കും കഴിയണം. ഓരോ മനസ്സും ഗോപീ ഹൃദയമായി മാറണം. ഗോപികയായി ഓരോ ഭക്തരും അണിഞ്ഞൊരുങ്ങണം മനസ്സുകൊണ്ട്. അത് പുറമേ കാണിക്കുന്നതല്ല. പുറമേ കാണിക്കുന്ന ഭക്തി അത് ഒരു പ്രകടന ഭക്തിയല്ലേ. അവനവന്റെ ഹൃദയത്തിലാണ് ഭഗവാൻ ആനന്ദ നൃത്തം ചെയ്യേണ്ടത്. അത് മറ്റുള്ളവരെ പ്രകടിപ്പിക്കുകയല്ല. ഭക്തരുടെ വാക്കുകളിലൂടെ ഭഗവാന്റെ ആ സ്നേഹം, ആ ഭഗവാനുമായിട്ടുള്ള അടുപ്പം ഒക്കെ അറിയാൻ കഴിയും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. രാധാഷ്ടമി ദിവസം ഭഗവാനെയും രാധാദേവിയെയും പ്രാർത്ഥിക്കുക. രാധാ സഹസ്രനാമം സ്തോത്രം ഞാൻ നിങ്ങൾക്ക് വളരെ വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കൃതി, രാധാദേവിയെ സ്തുതിക്കുവാനുള്ള മറ്റൊരു കൃതി ഉണ്ടായിരുന്നു. രാധാ സഹസ്രനാമ സ്തോത്രം കൂടാതെ അതും ഞാൻ വളരെ വിശദമായിട്ട് രാധാദേവി വൃന്ദാവനത്തിലൊക്കെ പോയാൽ ആ രാധാദേവിയെ എപ്പോഴും സ്തുതിക്കുന്ന രാധാ കൃപാ കടാക്ഷ സ്തോത്രം ശ്രീ പരമശിവൻ പാർവതീദേവിക്ക് ആ ഗൂഢമായ സ്തോത്രം ഉപദേശിച്ചു കൊടുക്കുകയാണ്. സാക്ഷാൽ ശ്രീ നാരായണിയാണ് പാർവതീദേവി, ഭഗവാന്റെ സഹോദരി. ആ ഭഗവാന്റെ ഹൃദയത്തിലിരിക്കുന്ന, ഭഗവാന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരിക്കുന്ന ആ രാധാദേവിയെ കുറിച്ച് വളരെ ഗൂഢമാണ്. ഭഗവാന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. മറ്റു ദേവിമാരെ നമുക്ക് പുറത്ത് കാണാൻ, ഓരോ രൂപത്തിൽ കാണാം. എങ്കിൽ രാധാദേവിയെ നമ്മൾ ഭഗവാനിലേക്ക് ചെല്ലുമ്പോഴേ കാണാൻ കഴിയുകയുള്ളൂ. ആ ഭക്തിയാണ് രാധ. ഭഗവാനെ ഓരോ ആത്മാവിനെയും ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന ഭക്തിയാണ് രാധ. അതിനെ എങ്ങനെ കാണാൻ കഴിയും? ഭക്തിയെ അവനവന്റെ ഹൃദയത്തിലല്ലയോ രാധാദേവി ഭക്തിയുടെ അളവനുസരിച്ച് വർദ്ധിക്കുന്നത്. ഏതൊരു ഹൃദയത്തിൽ രാധ പ്രവർത്തിക്കുന്നില്ലയോ ആ ഹൃദയങ്ങളിൽ ഭക്തി കുറവാണ് ഭഗവാനോട്. ഭക്തരും ഭഗവാനും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു പാലമാണ് രാധാദേവിയാകുന്ന ഭക്തി. അത് രാധാ കൃപാ കടാക്ഷ സ്തോത്രം. ഞാനത് വളരെ വിശദമായിട്ട്, നിങ്ങൾക്കത് ആരെങ്കിലും ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മുൻപുള്ള വീഡിയോകൾ ശ്രദ്ധിക്കുക. രാധാ കൃപാ കടാക്ഷ സ്തോത്രം ആ രാധാഷ്ടമി ദിവസവും അതിനടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ ജപിക്കുക. അത് വളരെ കുറവാണ്. രാധാ സഹസ്രനാമം പോലെ ദീർഘമല്ല രാധാ കൃപാ കടാക്ഷ സ്തോത്രം. അതിന്റെ 19 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിൽ 13 ശ്ലോകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. മറ്റ് 13 ശ്ലോകത്തിന് ശേഷമുള്ളത് ഫലശ്രുതികളാണ്. അത് ജപിച്ചാൽ ഉണ്ടാകുന്ന, ഏത് ദിവസം ജപിക്കണമെന്നും അത് ജപിക്കുമ്പോഴുണ്ടാകുന്ന നമ്മുടെ നന്മയെക്കുറിച്ചുമൊക്കെയാണ്. അതിൽ ഞാൻ വളരെ വിശദമായിട്ട് നിങ്ങൾക്ക് അതിന് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അന്ന് ആ വിശദീകരണത്തിൽ ധാരാളം പേർ എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള അഭിപ്രായങ്ങൾ എഴുതിയിരുന്നു. വളരെ മനോഹരമായ രീതിയിലാണ് അത് വിശദീകരിച്ചത്. എങ്ങനെ വിശദീകരിക്കാതിരിക്കും? മനോഹരമല്ലാതെ ഇരിക്കും. കാരണം രാധാദേവിയുടെ സൗന്ദര്യമാണ് അതിൽ വർണ്ണിക്കുന്നത്. ഭഗവാനുള്ള ഭക്തിയാണ് വർണ്ണിക്കുന്നത്. രാധയുടെ ഓരോ അംഗവിക്ഷേപങ്ങളുമാണ് വർണ്ണിക്കുന്നത്. അതെങ്ങനെയാണ് മനോഹരമാകാതിരിക്കുന്നത്? ഈ ഭൂമിയിൽ നമ്മൾ നമ്മുടെ ഈ മാംസ ചക്ഷുസ് കൊണ്ട് കാണുന്ന ഏറ്റവും സുന്ദരമാണെന്ന് നമ്മൾ കരുതുന്ന വ്യക്തികളെക്കാൾ എത്രയോ അലൗകികമായ സൗന്ദര്യത്തിന്റെയും ശ്രേഷ്ഠതയുടെയും സ്വഭാവ മഹിമകളുടെയും സർവ്വകലകളുടെ ആധാരമാണ് ദേവി. ദേവിയുടെ സൗന്ദര്യം മാത്രമല്ല രാധാ കൃപാ കടാക്ഷ സ്തോത്രത്തിൽ പറയുന്നത്. ദേവിയുടെ ഉള്ളിലിരിക്കുന്ന ആ എത്രയെത്ര കഴിവുകൾ, എത്ര ഗുണങ്ങൾ, എത്ര മഹിമകൾ, അതൊക്കെയാണ് അതിൽ വർണ്ണിക്കുന്നത്. ദേവിയെ സന്തോഷിപ്പിക്കാൻ ഇതിൽ പരം ഒരു മന്ത്രമോ ഒരു നാമമോ
വേറെ ഇല്ല. രാധാ കൃപാ കടാക്ഷ സ്തോത്രം അതൊന്ന് എഴുതിയെടുത്ത്, ഞാനത് അന്ന് വരികൾ ടൈപ്പ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, അതെടുത്ത് പഠിക്കുക. അത് രാധാ അഷ്ടമി ദിവസം രാധാദേവിയെ ജപിച്ച് സന്തോഷിപ്പിക്കുക. അതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ അതിൽ വിശദീകരിക്കുന്നുണ്ട് ഏതേത് ദിവസങ്ങളിലാണത് ജപിച്ചാൽ കൂടുതൽ ഫലം കിട്ടുന്നതെന്ന്. ആ രാധാദേവിയുടെ ആ മന്ത്രം അത് വൃന്ദാവനത്തിലൊക്കെ പോകുമ്പോൾ അത് ജപിച്ചാൽ വളരെ ശ്രേഷ്ഠമാണെന്നും അതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഏകാദശി ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലും അഷ്ടമി ദിവസങ്ങളിലും ഒക്കെ അത് ജപിച്ചാൽ അതിന്റെ വളരെ കൂടുതൽ ഫലം നമുക്ക് ലഭിക്കുമെന്നും അതിന്റെ ഫലശ്രുതിയിലുണ്ട്. അപ്പോൾ അതാണ് മുനീന്ദ്രവൃന്ദവന്ദിതേ ത്രിലോകശോകഹാരിണി പ്രസന്ന വക്ത്ര പങ്കജേ നികുഞ്ച ഭൂവിലാസിനി വ്രജേന്ദ്ര ഭാനുനന്ദിനി വ്രജേന്ദ്ര സൂനു സംഗതേ കഥാ കരീഷ്യസി മാം കൃപാകടാക്ഷഭാജനം എന്ന് തുടങ്ങുന്ന രാധാ കൃപാകടാക്ഷ സ്തോത്രം. അത് കേട്ടിട്ടില്ലാത്തവർ പഴയ വീഡിയോ ശ്രദ്ധിക്കുക. അതിൽ ഇത് എല്ലാം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഞാനിത് ചെയ്തതായിരുന്നു. ആ 13 ശ്ലോകങ്ങളും വളരെ വ്യക്തമായി എല്ലാവരുടെയും ഹൃദയത്തിൽ രാധാദേവിയെ ഇരിപ്പുറപ്പിക്കുന്ന, ആ ദേവിയെ പ്രതിഷ്ഠിക്കുന്ന വിധത്തിലാണ് ഞാനത് വിവരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഫലശ്രുതിയാണ് പിന്നീടുള്ള 13 ശേഷമുള്ള 19 വരെയുള്ള ചെറിയ ശ്ലോകങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു രാധാ കൃപാ കടാക്ഷ ഒരു സ്തോത്രം മാത്രം മതി ദേവിയെ സന്തോഷിപ്പിക്കുവാൻ. അത് ജപിക്കുക. അപ്പോൾ എല്ലാവരെയും രാധാറാണിയും ഭഗവാനും അവർ രണ്ടല്ല ഒന്ന് തന്നെയാണ്. രാധാകൃഷ്ണന്മാർ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ, സന്തോഷിക്കട്ടെ. എവിടെ ഭഗവാൻ സ്ഥിരമായിട്ട് നിൽക്കുന്നോ അവിടെയേ രാധാദേവി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഐശ്വര്യവും സമ്പത്തും സ്നേഹവും സൗന്ദര്യവും യുവത്വവും അറിവും എല്ലാം തരുന്ന, ആയുസ്സും ആരോഗ്യവും ഒക്കെ തരുന്ന, എല്ലാറ്റിനും ഉപരി സർവ്വജീവജാലങ്ങളെയും അവനവനെ പോലെ തന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന പരമമായ സ്നേഹത്തിന്റെ അലൗകികമായ ഭക്തിയുടെ ഉദാത്തമായിട്ടുള്ള ഒരു ഇരിപ്പിടമാണ് രാധാദേവി. അതെല്ലാവർക്കും ആ ഒരു ഫീൽ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എല്ലാവർക്കും വേണ്ടി ഭഗവാനോടും രാധാദേവിയോടും പ്രാർത്ഥിക്കുന്നു. സർവകർമ്മങ്ങളും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ലയിപ്പിക്കുന്നു. രാധാ കൃപാകടാക്ഷ സ്തോത്രം എല്ലാവരും ജപിക്കുക. സർവകർമ്മങ്ങളും രാധാദേവിയുടെ പത്മപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ലോകാസമസ്ത സുഖിനോ ഭവന്തു.